السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ മഹത്തായ സദസ്സിൽ നിങ്ങളുടെ മുന്നിൽ അല്പം ചില നസീഹത്തുകൾ നൽകാനാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി നാം അനുസരിക്കുകയും അവിടത്തെ സ്നേഹിക്കുകയും വേണം. നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ, ഒരാൾ പൂർണ്ണമായ വിശ്വാസിയാകണമെങ്കിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതമാകണം. അതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും പൂർണ്ണമായി മുഅ്മിനാവുകയില്ല അവന്റെ മാതാപിതാക്കളെക്കാളും, അവൻ സ്നേഹിക്കുന്ന എല്ലാ വസ്തുക്കളെക്കാളും, അവന്റെ സ്വന്തം ശരീരത്തിനേക്കാളും, എല്ലാത്തിനേക്കാളും ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നത് വരെ ഒരാൾ പൂർണ്ണമായി മുഅ്മിനല്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളുടെ ഈമാൻ പൂർണ്ണമാണോ? എത്രമാത്രം റസൂലുള്ളാഹിനെ നമ്മൾ മഹബ്ബത്ത് വെക്കുന്നുണ്ട്? റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞതുപോലെ അനുസരിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി പറഞ്ഞതാണ്, നിങ്ങൾ ഒരിക്കലും കള്ള് കുടിക്കാൻ പാടില്ല, നിങ്ങൾ ഒരിക്കലും വേണ്ടാത്ത മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൂട്ടുകൂടരുത്, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം, നല്ല സ്വഭാവത്തിൽ മുന്നേറണം. ഇതെല്ലാം ഹബീബായ നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ച ാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. പോരാ റസൂലുള്ളാഹിനെ വല്ലാതെ അങ്ങ് മഹബ്ബത്ത് വെക്കുകയും അവിടുന്ന് പഠിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്ന് അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകളും ചെല്ലണം. സ്വലാത്ത് ചെല്ലലും റസൂലുള്ളാഹിന്റെ ഹുബ്ബിന്റെ ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുൻഗാമികളായ പണ്ഡിതന്മാര് മുഴുവനും റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരാണ്. അവർ റസൂലുള്ളാഹിന്റെ മദ്ഹ് സംഘടിപ്പിച്ചവരാണ്, മദ്ഹ് പറഞ്ഞവരാണ്, മദ്ഹ് പാടിയവരാണ്, മദ്ഹ് എഴുതിയവരാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് നമുക്ക് മുൻഗാമികളിൽ നിന്ന് കഴിഞ്ഞു പോയത്. അവരെ നമ്മളെ മാതൃകയാക്കേണ്ടതുണ്ട്. അവർ കാണിച്ചതായ മാതൃകയിൽ നമ്മൾ മുന്നേറേണ്ടതുണ്ട്. ഇന്ന് ചില ആളുകൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ പാടരുത് എന്ന് പറയുമ്പോൾ, പോടാ നീ പറയുന്നത് ശരിയല്ല, അത് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, നമ്മുടെ അലിമീങ്ങളെ, മുൻകഴിഞ്ഞു പോയ എത്ര വലിയ വലിയ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയവർ. അതൊക്കെ നമുക്ക് മാതൃകയാണ്. അത് മാതൃകയാക്കിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിന്റെ
ചുറ്റുഭാഗത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഈ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയത് എന്തിനാണ്? റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. മുത്തുനബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പാട്ടുകൾ പാടുമ്പോൾ, അവിടുത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആ സദസ്സിലൊന്ന് പങ്കെടുത്തുകൊണ്ട് പുണ്യം കരഗതമാക്കാനല്ലേ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതുപോലെ നമ്മളെ മാറ്റി ഇതുപോലെ ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ വീടുകളിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലണം. നമ്മൾ ഏത് അവസരത്തിലാണെങ്കിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലണം. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലണം. എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ധാരാളം ചൊല്ലണം. അങ്ങനെ ചൊല്ലി ചൊല്ലി റസൂലുള്ളാഹിലേക്ക് അടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.